പന്ന പറട്ടെ നീ വീണ്ടും റൂമിൽ കയറണം. നീ ചത്താനും കുഴപ്പമില്ല. എന്റെ റൂമിലൊന്നും ഇങ്ങനെ കുളിച്ച് മാറ്റി താമസിക്കാൻ. അയ്യോ ചുമക്കാണ്ടിരിക്കാം, അമ്മ കേൾക്കും. കഴുത്തി കയറി പിടിച്ചിട്ട് ചുമക്കലെന്നാ. പിന്നെ കഴുത്തിക്കാരെ പിടിക്കാണ്ട് നീ എന്ത് പരിപാടി കാണിച്ച്? ഒറ്റക്കൊരു പെങ്കുച്ച് താമസിക്കണം റൂമിൽ വന്ന് നീ. എനിക്കത് കയ്യോ ചൊറിയോ. ഏത് കയ്യാ ഞാൻ ചൊറിഞ്ഞ? എടി ഞാൻ എന്ത് എന്നാണ് നീ പറയണത്? നീ സമാധാനത്തിൽ പറ, ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ ഒന്നും ചെയ്തില്ല. നീ ഒന്നും ചെയ്തില്ലേ? ഞാൻ മാന്യനായത് കൊണ്ടാണ്, എന്റെ മാന്യത കൊണ്ടാണ് ഞാൻ തറ ഇറങ്ങി കിടന്നത്. വേറെ എല്ലാവരും ആരും കാണായിരുന്നു. എന്ത് കാണായിരുന്നു? അല്ല, പല തവണയും എനിക്ക് എന്റെ കൺട്രോൾ വിട്ടു പോയതാണ്. പിന്നെ നീയും എന്നെ നോക്കിയല്ലോ, ട്രൈ ചെയ്തല്ലോ. അതൊക്കെ പറ, ആരെങ്കിലും കേൾക്കും. അനാവശ്യം പറഞ്ഞല്ലോ. ഞാൻ അനാവശ്യമോ? നീ ഒരു ദിവസം ബാത്റൂമിൽ മറ്റേ കണ്ണു ഒത്തി. ഞാൻ കണ്ണു ഒത്തിയോണ്ടാണ് എന്റെ കൺട്രോൾ കിട്ടിയത്. നീ അന്നെന്തൊരു കണ്ടാ? ഞാൻ കണ്ടിട്ട് നീ എന്തിനിപ്പം കൂടെ കയറിയെന്ന്? അതേ, അവിടെ നിന്ന് സംസാരിച്ചത് പോ. കല്ലുമില്ലേ, കല്ലു വഴിയിൽ വെച്ച് കണ്ടപ്പോൾ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. എന്ത് കാര്യം? നിന്നെ പ്രേമിക്കുന്ന പോലെ അഭിനയിക്കാൻ പറ്റുമെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. അതെന്തിനത്? നീ അഭിനയിച്ചാ മതി. അതാണ് ചോദിച്ചത്. അതെന്തിനാണ്? അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാ ഇവിടെ ഒരു ഉക്കും അമ്മാവനും കൂടി എൻ്റെ കല്യാണം സീരിയസ് ആക്കി ആലോചിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് വയ്യ അതിനകത്ത് പോയി പെടാൻ. അതുകൊണ്ട് എനിക്ക് അവളായിട്ട് ഒരു ഐഡിയ പറഞ്ഞു തന്നതാ, നിന്റെ അടുത്ത് ചോദിച്ചു നോക്കാന്ന്. അങ്ങനെയാണ്? എനിക്ക് പറ്റില്ലെങ്കിൽ വേണ്ട. അല്ല, പറ്റായി ഒന്നുമില്ല, എനിക്കെന്താ പ്രശ്നം? എനിക്ക് വിഷയമൊന്നുമില്ല, ഞാൻ അഭിനയിക്കാൻ റെഡിയാ. അഭിനയമാണോ അതോ റിയൽ ആയിട്ടുള്ളതാണെങ്കിൽ? റിയൽ ആയിട്ടൊന്നുമല്ല, എനിക്ക് അതിലൊന്നും താല്പര്യമൊന്നുമില്ല. നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ നീ ജസ്റ്റ് ഒന്ന് അഭിനയിച്ച് തന്നാ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. അല്ല, ഞാനാവുമ്പോ റിയൽ ആയിട്ട് വരുമല്ലോ. നീ ആവുമ്പോ റിയൽ ആയിട്ട് വരുമല്ലോ. നീ റിയൽ ആയിട്ട് അങ്ങ് നീങ്ങി സ്ഥലമില്ല, ഇവിടെ നിൽക്കട്ടെ. എന്നാ ഞാനങ്ങ് നീങ്ങിക്കോളാം. എന്തോ നാളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നേ. ഞാൻ റിയൽ ആയിട്ട് പ്രേമിക്കാണ്. വേണ്ട, എന്നെ റിയൽ ആയിട്ട് പ്രേമിക്കണം. എനിക്ക് പ്രേമം കോപ്പെന്നൊക്കെ കേൾക്കുമ്പോ തന്നെ ചൊറിഞ്ഞു കയറും. റിയൽ ആയിട്ട് വേണ്ട. വേണ്ട, വേണ്ട. അതേ ഞാൻ പറഞ്ഞ വേണ്ട. അതന്നെ ഞാനും പറഞ്ഞത്. എനിക്ക് കണ്ട പെണ്ണുങ്ങളൊന്നും അങ്ങനെ പ്രേമിക്കാനൊന്നും പറ്റില്ല. എനിക്ക് എന്റെ വൈബിൽ ഒത്ത് വരണം, നല്ല പ്രേമിക്കാൻ പറ്റും. അന്നാ നീ പൊക്കോ. വേണ്ട, ഞാൻ വേറെ ആരെങ്കിലും നോക്കാം. ഞാൻ വേറെ എന്തെങ്കിലും പ്ലാൻ ഒപ്പിച്ചോളാം. വേറെ പ്ലാൻ ഒപ്പിക്കണ്ട. വിഷയം എന്താണെന്നറിയാമോ? ഈ അഭിനയത്തിന്റെ കാര്യമൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാലേ എനിക്ക് വേറെ പെണ്ണ് കിട്ടില്ല, അതാണ് വിഷയം. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നീ പണിക്കണ്ടപ്പം കൂട്ടേക്കണ്ട. നിന്റെ ലൈഫ് സ്പോയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ ആരെ ലൈഫ് സ്പോയിൽ ചെയ്തിട്ടോ എനിക്കിങ്ങനെ ഞാൻ വെറുതെ ചെയ്തോളാം. നീ അല്ല, അത് വിഷയമില്ല. അഭിനയിക്കാം, പ്രശ്നമില്ല. എന്റെ ലൈഫ് ഞാൻ പിന്നെ കുഴപ്പമില്ല, നോക്കിക്കോളാം.